വിളിച്ച് ഭീഷണി മുഴക്കിയെന്ന സഹോദരങ്ങളുടെ പരാതി. ആരോപണം തള്ളി ജയിൽ അധികൃതർ. ഫോൺ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിട്ടു. പക്ഷേ അയാൾ ഈ ബാംഗ്ലൂർ കോർട്ടിൽ പോകുന്ന ആ ഈവിൽ ബസ്സിൽ വെച്ച് അയാളുടെ സഹോദരങ്ങളെ വിളിച്ചതായിട്ട് അയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ കൂടുതൽ പോയ പോലീസുകാർക്ക് അത് ശ്രദ്ധിച്ചില്ല, അവർക്ക് അത് തെറ്റാണ്. നിഷാം ഫോൺ ഉപയോഗിച്ചത് ബാംഗ്ലൂർ യാത്രക്കിടെയെന്ന് ജയിൽ DIG. ഉത്തരവാദിത്വം പോലീസിന്. പോലീസ് തലപ്പത്ത് പുതിയ വിവാദത്തിന് തിരികൊളുത്തി DGP ജേക്കബ് തോമസ്. തന്റെ ഫോണും ഇമെയിലും ആസൂത്രിതമായി ചോർത്തുന്നുവെന്ന് വിജിലൻസ് മേധാവി. പരാതി ലഭിച്ചാൽ ഗൗരവത്തോടെ അന്വേഷിക്കുമെന്ന് ലോക്നാഥ് ബെഹ്റ. തിരുവനന്തപുരത്ത് വനിതാ ജേർണലിസ്റ്റുകളെ അധിക്ഷേപിച്ച് പോസ്റ്റർ പതിച്ച സംഭവം DCP അന്വേഷിക്കും. മാധ്യമപ്രവർത്തകർക്കെതിരായ അക്രമം ആശങ്കാജനകമെന്ന് AK ആന്റണി. അക്രമികൾക്ക് പോലീസ് സഹായമെന്ന് VM സുധീരൻ. ഫാക്ടിലെ ക്രമക്കേടിൽ CMD അടക്കം ഉദ്യോഗസ്ഥർക്കെതിരെ CBI കേസ്. ഫാക്ട് ഓഫീസുകളിലും ഉദ്യോഗസ്ഥ ഭവനങ്ങളിലും റെയ്ഡ്. ജിപ്സം വിൽപ്പനയിൽ കൂറ്റൻ അഴിമതി. ജനറൽ മാനേജറുടെ വീട്ടിൽ നിന്നും മാൻതോൽ പിടിച്ചെടുത്തു. ഇരുമ്പനം IOCയിൽ ട്രക്കുടമകളും തൊഴിലാളികളും സമരം തുടങ്ങി. സംസ്ഥാനത്ത് ഇന്ധന നീക്കം പ്രതിസന്ധിയിലായി. കരാർ വ്യവസ്ഥയിൽ മാറ്റം വേണമെന്ന് സമരക്കാർ. പ്രശ്നം പരിഹരിക്കാൻ ഊർജിത ശ്രമം. ചന്ദ്രബോസ് വധക്കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് നിഷാം ഫോണിൽ വധഭീഷണി മുഴക്കുന്നതായി സഹോദരങ്ങളുടെ പരാതി. പോലീസ് നിഷാമിന് എല്ലാവിധത്തിലുള്ള സഹായവും ചെയ്തു കൊടുക്കുന്നതായും പരാതിയിൽ പറയുന്നു. പരാതിയുടെ പകർപ്പും സഹോദരൻ അബ്ദുൾ റസാഖുമായുള്ള ടെലിഫോൺ സംഭാഷണവും റിപ്പോർട്ടറിന് ലഭിച്ചു. പരാതിയെ തുടർന്ന് തൃശൂർ റൂറൽ SP നിശാന്തിനി അന്വേഷണം ആരംഭിച്ചു. ബംഗളൂരുവിൽ വധശ്രമ കേസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നിഷാമിനെ കൊണ്ടുപോകുമ്പോഴായിരുന്നു സഹോദരൻ അബ്ദുൾ റസാഖിനെ ഈ വിധത്തിൽ ഭീഷണിപ്പെടുത്തിയത്. നിഷാമിന്റെ സ്ഥാപനത്തിന്റെ ലാഭവീതവുമായി ബന്ധപ്പെട്ടായിരുന്നു ഭീഷണി. ലാഭവീതം കേസിന്റെ കാര്യങ്ങൾക്കായി വിനിയോഗിക്കണമെന്നും അല്ലെങ്കിൽ കയ്യും കാലും വെട്ടുമെന്നുമായിരുന്നു സഹോദരനോടുള്ള ഭീഷണി. കഴിഞ്ഞ 20-നാണ് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട നിഷാമിനെ ബാംഗ്ലൂരുവിൽ എത്തിക്കുന്നത്. ഈ യാത്രയിൽ പോലീസുകാർക്ക് പുറമെ നിഷാമിന്റെ സുഹൃത്തുക്കളായ ഷിബിനും രതീഷും ഒപ്പമുണ്ടായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ബംഗളൂരുവിൽ നിന്നും തിരിച്ചുള്ള AC ബസ് ടിക്കറ്റ് എടുത്തത് നിഷാമിന്റെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണെന്ന് പരാതിയിൽ വ്യക്തമാണ്. ഇതോടൊപ്പം ജയിലിൽ നിഷാം 2 മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ജയിൽ ജീവനക്കാരുടെ ഒത്താശയോടെ സുഖലോലുപമായ ജീവിതമാണ് നയിക്കുന്നതെന്നും സഹോദരങ്ങൾ ആരോപിക്കുന്നുണ്ട്. അതേസമയം നിഷാം ജയിലിൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യം നേരത്തെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി പറഞ്ഞു. അപ്പൊ നമുക്ക് വ്യക്തമായ ഒരു അന്വേഷണം ഇതിനെപ്പറ്റി ഇപ്പൊ തന്നെ വേണം. അതിന് അനുവാദം കൊടുക്കാൻ പാടില്ല. കാരണം അവൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അവൻ്റെതായ ആൾക്കാരൊക്കെ പുറത്തുള്ളതാ. എനിക്കൊരു മക്കളും ഉണ്ട്, പിന്നെ എനിക്ക് സാക്ഷി പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ അതൊരു ഭീഷണിയായി കഴിഞ്ഞാൽ അത് എനിക്ക് സംഭവിക്കുന്ന നഷ്ടമാണ്. എന്താ വെച്ചാൽ നമുക്കൊരു സഹായം ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ദോഷം വരാന്ന് പറഞ്ഞാൽ നമുക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവർക്കൊന്നും വരരുത്. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അവർക്ക് പറ്റണ ഗുണ്ടകളെ എല്ലാവരും വിളിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ അപ്പം അതിനൊരു വ്യക്തമായൊരു തീരുമാനം ഇപ്പം നമുക്ക് കിട്ടണം. IG ഇതിനെ അന്വേഷിക്കണം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ തൃശൂർ റൂറൽ SP നിശാന്തിനിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ. കൊലക്കേസ് പ്രതി മുഹമ്മദ് നിഷാം ജയിലിൽ ഫോൺ ഉപയോഗിച്ചു എന്ന പരാതിയിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടി. ജയിൽ DGP അനിൽകാന്തിനോടാണ് മുഖ്യമന്ത്രി വിശദീകരണം തേടിയത്. വിഷയത്തിൽ അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നും ഉചിത നടപടി കൈക്കൊള്ളുമെന്നും ജയിൽ മേധാവി അറിയിച്ചതായും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചന്ദ്രബോസിന്റെ ഭാര്യ ശ്രീമതി ജമന്തി, കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് CP ഉദയഭാനു, CPM-നെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് A റഹീം, മുൻ റിട്ടയർഡ് SP ജോർജ് ജോസഫ് എന്നിവരാണ്. ആദ്യം ശ്രീമതി ജമന്തി, ഈ വിവരം, അതായത് നിഷാം ജയിലിൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം താങ്കൾ 2-3 ആഴ്ച മുമ്പ് തന്നെ അറിഞ്ഞിരുന്നു. അറിഞ്ഞപ്പോൾ തന്നെ റൂറൽ SP നിശാന്തിനിയെ കണ്ട് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവിടെ പരിശോധന നടത്തുന്നത് ജയിലിൽ. അങ്ങനെ ഒരു പരിശോധന നടത്തുന്നത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. കാരണം മാറ്റേണ്ടുന്നതൊക്കെ മാറ്റും, ഒളിപ്പിക്കേണ്ടതൊക്കെ ഒളിപ്പിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ പോലീസിലെ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗമല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ, അത്തരത്തിൽ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവർ തന്നെ നിഷാമിനെ ജയിലിൽ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ?
ഞാൻ രണ്ടാഴ്ച മുന്നേ അറിഞ്ഞിരുന്നു. ഒരു പയ്യൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇവന് എന്നും 5 മണി കഴിഞ്ഞാൽ ഫോണിൽ സംസാരിക്കും, അവനെല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെ. അവൻ്റെ 2 ഫോൺ നമ്പറും തന്നു. ഞാൻ എന്നിട്ട് മാഡത്തിനെ വിളിച്ച് ഞാൻ സംസാരിച്ച് മാഡത്തിൻ്റെ അടുത്ത് പോയി ഫോൺ നമ്പർ കൊടുത്തിരുന്നു. പരാതിയായിട്ട് കൊടുത്തില്ല, മാഡം അന്വേഷിക്കാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ അതിനെപ്പറ്റി പിന്നെ ഒന്നും അറിഞ്ഞില്ല. അപ്പം ഞങ്ങൾ അത് വിശദമായിട്ട് മുഖ്യമന്ത്രിക്കും ജയിൽ ഐജിക്കും DGPക്കും കൊടുക്കാൻ വേണ്ടി പരാതി തയ്യാറാക്കി വെച്ചിട്ട് നാളെ കൊടുക്കാന്ന് വെച്ച് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പം ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തു വന്നത്. ഇതിപ്പോൾ വലിയ തോതിലുള്ള ആശങ്ക കുടുംബത്തിനുണ്ടോ? താങ്കൾ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ കേസിലെ സാക്ഷികളെ ഒക്കെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്, താങ്കളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കുട്ടികളടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ഭയമുണ്ട്, ബന്ധുക്കൾക്കും ചന്ദ്രബോസിൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഈ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ അത്തരം ആശങ്കകൾ കൂടുന്നുണ്ടോ? ഇയാൾ നിശാം എന്ന് പറയുന്ന ഈ ക്രിമിനൽ ജയിലിനുള്ളിൽ കിടന്നുകൊണ്ടാണെങ്കിലും നമ്മളെ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുമെന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ടോ ഇപ്പോൾ? ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഭയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ അവൻ അവിടെ കിടന്ന് എല്ലാവർക്കും ഫോൺ ചെയ്യാനും എല്ലാതിനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാം സ്വാഭാവികമായിട്ടും എന്തെങ്കിലും സംഭവിക്കോ. ഇപ്പൊ എനിക്കും എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കണമെന്നും പ്രശ്നമല്ല. പക്ഷെ നമ്മൾക്ക് സഹായിച്ച വ്യക്തികളൊക്കെ പുറത്തുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കാന്ന് വെച്ചാൽ അവനെല്ലാ കഴിവും അവന് സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാരും എല്ലാവരും ഉണ്ട്. അപ്പൊ അവന് എന്തും അവിടെ കിടന്ന് നടത്താൻ പറ്റും. പല സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ട. അവൻ പരോളിൽ ഇറങ്ങാൻ പോകുന്ന സൂചനയുണ്ട്, അതിന് ലക്ഷങ്ങൾ മുടക്കിയെന്നും പറയുന്നുണ്ട്. നമുക്ക് അതിനെ പറ്റി ഒരു തെളിവില്ല. പക്ഷെ അത് അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ DGPക്കും ജയിൽ ഐജിക്കും പരാതി കൊടുക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയായാലും ഞങ്ങൾക്കത് അന്വേഷിച്ച് ഒരു മറുപടി കിട്ടുന്ന ആഗ്രഹമുണ്ട്. ഞാൻ മാഡത്തിന്റെ അടുത്ത് ഇതിനെ പറ്റി സംസാരിച്ചിരുന്നു. മാഡം പറഞ്ഞു അന്വേഷിക്കുക, പിന്നെ പരോൾ ഒരിക്കലും അവന് കിട്ടില്ല എന്നാണ് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് പോലീസ് അന്ന് താങ്കൾക്ക് നൽകിയ വിശദീകരണം. ഞാൻ വരാം. ശ്രീ ജോർജ് ജോസഫ്, എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ ഇങ്ങനെയായി പോകുന്നത്? ജയിലിൽ വരുന്ന ക്രിമിനലുകൾ, അവർക്ക് പണമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് സൗകര്യം ചെയ്തു കൊടുക്കുക? ഇവിടെ കേട്ടല്ലോ, ബാംഗ്ലൂരുവിൽ നിന്ന് തിരിച്ചു വരുന്നതിന് വേണ്ടി ട്രെയിനിൽ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ഈ നിശാമിൻ്റെ ഓഫീസിൽ നിന്നാണ് അത്രേ പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അങ്ങോട്ട് പോകുമ്പോൾ ആ വാഹനത്തിൽ നിശാമിൻ്റെ സുഹൃത്തുക്കളും ഓഫീസിലെ ജീവനക്കാരും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു അത്രേ. നമ്മളുടെ പോലീസിലെ ചിലർ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോകുന്നത്? ഈ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലായി അതിൽ നടപടി എടുക്കാതെ പോകുന്നത്? നിരന്തരമായി ഇത്തരം നടപടികൾ ആവർത്തിക്കുകയാണല്ലോ ജയിൽ ആ രീതിയിൽ ആർക്കും ഒരു തരത്തിലുള്ള നിരീക്ഷണവും നടക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായി മാറിപ്പോയോ? അല്ല, നമുക്ക് ഈ കേസ് 2 വിധത്തിലാണ് നോക്കേണ്ടത്. ജയിലിലെ ഉദ്യോഗസ്ഥർ അവിടെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ജയിൽ ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ കുഴപ്പക്കാർ. അവർക്ക് അതിൻ്റെ സമാധാനം പറഞ്ഞു വെക്കുള്ളൂ. പക്ഷേ ഒരു കേസിന് വേണ്ടി ജയിലിലെ ഒരു തടവുകാരനെ വെളിയിൽ കൊണ്ടുപോകുന്നതെല്ലാം ലോക്കൽ പോലീസോ അല്ലെന്നുണ്ടെങ്കിൽ ആംഡ് റിസർവുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരാണ് ഇയാളെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും. അത് നിശാമിനാണെന്നുണ്ടെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ നിശാമിനുള്ള വണ്ടിക്കൂലികളെല്ലാം കൊടുക്കണം. എസ്കോർട്ട് ചെയ്ത പോലീസുകാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വഹിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജയിലിന് വെളിയിൽ നിന്നാണ് ഈ ഫോൺ സംഭാഷണം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ബാംഗ്ലൂരിലെ എന്തോ ഒരു കേസിന് ട്രയലിന് കൊണ്ടുപോയപ്പം തിരിച്ചു വരുന്ന വഴിക്കോ എങ്ങാണ്ട് ആണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് ജയിൽ ഉദ്യോഗസ്ഥരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, അത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇത് ഈ പോലീസിലെ എസ്കോർട്ട് ചെയ്ത് പോകുന്ന വലിയ എക്സ്പീരിയൻസ് സർവീസ് അധികം ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല. അവർക്ക് ഈ കേസിനെ പറ്റി തന്നെ വലിയ വിവരവും കാണില്ല. 100 കണക്കിന് തടവുകാരെ എസ്കോർട്ട് ചെയ്ത് തന്നവരാണ് അവർ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ അവരൊക്കെ അത് കൈപ്പറ്റിയെന്നും വരും. അതുപോലെ തന്നെ ജയിലിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന തുക ഒരു ലക്ഷറി ബസ്സിലോ അല്ല അതുപോലെ സഞ്ചരിക്കാനുള്ള തുക സഫീഷ്യൻറ്റും അല്ല. ആ ടിക്കറ്റ് എടുത്തു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ആ എസ്കോർട്ട് ചെയ്യുന്ന പോലീസുകാർ ഇങ്ങനെ സ്വീകരിക്കുക സാധാരണമാണ്. അപ്പോൾ അതിന് ഇതുപോലെ പ്രീവിയസ് ധാരാളം സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ജയിലിലെ ഇപ്പം നമുക്കറിയാം TP ചന്ദ്രശേഖര വധത്തിലെ കേസിനകത്ത് ഒത്തിരി ആരോപണം വന്നതാണ്. അപ്പം ജയിലിലെ ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് ഒരു പതിവാണ്. അത് എങ്ങനെ നടക്കുന്നു അത് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് അത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ജയിലിലെ സഫീഷ്യൻ്റായ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഒരു സെല്ലിൽ 40 പേര് 60 പേരൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ രാത്രി പകലുമൊക്കെ ഈ 2 പേര് കൂടുതൽ ജോലിക്ക് കിട്ടാറില്ല.
അത് തന്നെ ഈ മിക്കവാറും ഡെയിലി വേജസിൽ എടുത്തവരെയാണ് ഇപ്പം ജയിലിൻ്റെ അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്ട്രെങ്ത് ആവശ്യത്തിനില്ല. നമ്മൾ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ജയിൽ ഉദ്യോഗസ്ഥർ അവരെ മുഴുവൻ തടവുകാരെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് സഫീഷ്യൻ്റായ ജയിൽ ഉദ്യോഗസ്ഥർ വേണം. എസ്കോർട്ട് ചെയ്യുന്നതിന് ഇതുപോലെയുള്ള തടവുകാരെ കൊണ്ടുവന്ന് സ്പെഷ്യൽ കൺവെയൻസ് കൊടുക്കണം. അവർക്ക് ഒരു ട്രെയിനിലെയോ അല്ലെങ്കിൽ ഒരു ഇതിന് കയറ്റി വിടുന്നില്ല. നിശാമിനെ പോലെയുള്ള ഒരു ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു എസ്കോർട്ട് കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ പ്രൊവിഷനുണ്ട്. പക്ഷേ ആരും ഉപയോഗിക്കുന്നില്ല. സാമ്പത്തിക ഞെരുക്കം കൊണ്ടായിരിക്കാം അത്. പക്ഷേ ജയിലിലെ ഈ ഒരു സംഭവം നിശാമിൻ്റെ കേസിലല്ല, വളരെ നാളുകളായിട്ട് കേൾക്കുന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുണ്ടാവില്ല. സ്വാധീനമുള്ളവർ അത് ഉപയോഗിക്കും. പക്ഷേ നിശാമിനെ പോലെയുള്ള ഒരാൾ ഞാൻ ഒരു ഇത്രയും വലിയൊരു കേസ് ചെയ്തു എന്ന് പറയുന്നെങ്കിലും അത് ഇനി ഹൈക്കോടതി ചെന്ന് സുപ്രീം കോടതി പോയാൽ അതിനൊക്കെ നമുക്ക് സൗമ്യ കേസിന് സംഭവിച്ച പോലെയൊക്കെ തന്നെ സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ശരി, അത്തരമൊരു ആശങ്ക പൊതുവെ ഉയർന്നു വരുന്നുമുണ്ട്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എ റഹീം, ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിലടക്കം നമ്മൾ ഈ സംഭവം ഉണ്ടായി അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ പല തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പൊതുസമൂഹം വളരെ ജാഗ്രതയോടെ കാത്തിരുന്നത് കൊണ്ടാണ് ഈ കേസിൽ ഈ നിലയിലുള്ള ഒരു വിധി വിചാരണ കോടതിയിൽ നിന്നുണ്ടായത്. ഇനി അതിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള സ്വാധീനമുള്ള ഒരു പ്രതി, അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി, മാതൃകാപരമായ ഒരു ശിക്ഷ വിചാരണ കോടതി കൊടുത്തു. അയാൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നായിരുന്നു പൊതുസമൂഹം ആഗ്രഹിച്ചത്. പക്ഷേ കോടതി വേറൊരു ശിക്ഷ രീതി അതിൽ അവലംബിക്കുകയാണ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഈ രീതിയിലുള്ള പ്രതികളെ സഹായിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് സേനയിലെ ചിലർ മാറുന്നു എന്നത് എന്തൊരു അപമാനമാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ, ഈ പ്രതി ചെയ്യുന്ന കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ് ഈ പോലീസുകാരുടെ നടപടി, അത് ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ശ്രീ വിജയകുമാർ, ഇത് ഗൗരവമുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നിസാമും എന്നത് നമുക്കറിയാവുന്നതാണ്. കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ചൊരു ഒരു ക്രൂരമായ കൊലപാതകമാണ് അന്ന് ചന്ദ്രബോസ് വധക്കേസ്. ആ കേസിൻ്റെ നാൾവഴി പരിശോധിച്ചാൽ ഓരോ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം, അന്ന് ഭരണത്തിലുണ്ടായിരുന്നവരുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, മരണമൊഴി എടുക്കാതിരുന്നത്, അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവായി വരാവുന്ന ചോരപുരണ്ട വസ്ത്രങ്ങൾ മാറ്റപ്പെട്ട വിഷയം, ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല അന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട മനസാക്ഷി സൂക്ഷിപ്പുകാരെന്ന് പറയാവുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു MLA-യും കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് ഒരുമിച്ച് അന്ന് ജയിലിൽ ഈ നിശാമിനെ സന്ദർശിക്കാൻ പോയി. ആ സംഭവമെല്ലാം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ സ്വാധീനം, ഇതിൻ്റെ എല്ലാം പണം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തൃശ്ശൂരിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചത് പോലും ഈ നിശാമിൻ്റെ ഓഫീസിലാണ്. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ഇദ്ദേഹത്തിനുണ്ടായിരുന്നൊരു ബന്ധം വളരെ വലുതായിരുന്നു. അതിൻ്റെ എല്ലാം സഹായങ്ങൾ അന്ന് കിട്ടുകയും ചെയ്തു. ഇത് കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ട് ഒതുങ്ങുന്നില്ല എന്നതിൻ്റെ തെളിവാണ്, ഉദ്യോഗസ്ഥരിലേക്ക് കൂടി നീളുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് വന്നിരിക്കുന്ന ഈ വാർത്ത ഗൗരവത്തോടെ തന്നെയാണ് കേരളത്തിൻ്റെ ഭരണ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പരസ്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജയിൽ DGP-യോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന വ്യക്തമായ സൂചനയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭ്യമാകുന്നത്. ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പണത്തിനും മീതെ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. ജനങ്ങൾക്ക് ജനാധിപത്യത്തിലും നമ്മുടെ നീതിന്യായ സംവിധാനത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നൊരു വസ്തുതയാണത്. അത് പല കേസുകളിലും എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഈ കേസിൽ അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. തേഞ്ഞുമാഞ്ഞ് ആരോരുമില്ലാതെ ഇത്ര കണ്ട് ശിക്ഷിക്കപ്പെടാതെ, സ്പീഡിയായിട്ട് ട്രയലൊന്നും നടക്കാതെ ശിക്ഷിക്കപ്പെടാതെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടഴിക്കപ്പെടുന്ന ഒരു സംഭവമായി ഈ നിശാവും മാറുമായിരുന്നു. അതാണ് നിസാം പ്രതീക്ഷിച്ചിരുന്നത്, പണം കൊണ്ടെല്ലാം രക്ഷപ്പെടാമെന്ന്. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ, ഉദയഭാനു വക്കീൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിമാനത്തോടെ ഈ ചർച്ചയെ സമീപിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള നിയമവിദഗ്ധരുടെ എല്ലാം നിസ്സീമമായ സഹകരണത്തിൻ്റെയും ഇടപെടലിൻ്റെയും, അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ആകെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു കുറ്റവാളി ഇന്ന് ജയിലിലടയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജയിലിൽ ഏതെങ്കിലും തരത്തിൽ ഒരാനുകൂല്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് സമൂഹത്തിനാകെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെൻറ് ഇതിനെ സമീപിച്ചിട്ടുള്ളത് എന്നതും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകും. ഏതായാലും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമല്ല, ഇനിമേൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അത് നിസാമിനാകട്ടെ വേറൊരാൾക്കാകട്ടെ, അതാണ് ഓരോ തവണയും നമ്മളത് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ തുടർച്ചയായി ഇത്തരം വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് CP ഉദയഭാനു, ഈ കേസിന്റെ
അന്വേഷണത്തിൽ തുടക്കം മുതൽ തന്നെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിന് തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഉന്നത രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലുള്ളവരൊന്നൊക്കെ അതിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ കേസിൽ നിഷാമിനെ സഹായിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ശക്തികൾ ഇയാളെ ശിക്ഷിച്ചു കഴിഞ്ഞിട്ടും, ഇയാൾ കുറ്റവാളിയാണെന്ന് കണ്ട് മാതൃകാപരമായൊരു ശിക്ഷ വിചാരണ കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും ഇയാൾക്ക് പിന്നിൽ ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്കും ഇപ്പോൾ? ശ്രീ വിജയൻ, ഈ കാര്യത്തിൽ അതിലേക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് ശ്രീ ജോർജ് ജോസഫ് ഇവിടെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ പരാമർശിക്കപ്പെടാതെ പോയാൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം പരിമിതവും തടവുകാരുടെ എണ്ണം ക്രമാതീതമായി വളരെ വർധനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നോക്കാനുള്ള പാരിറ്റി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥിരം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സ്ഥിരമായിട്ടുള്ള പല്ലവിയാണിത്. സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും കൈക്കൂലി വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഒരു മറ്റു സ്വഭാവമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ ഒളിഞ്ഞു കിടക്കുന്ന പഴയ ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണിത്. തടവുകാരുടെ എണ്ണം കൂടുതലുകൊണ്ടാണോ ഇത് കൈക്കൂലി വാങ്ങുന്നത്? തടവുകാരുടെ എണ്ണം കൂടുതലുകൊണ്ടാണോ അവരെ ഉപദ്രവിക്കുന്നത്? അങ്ങനെ ഈ ഉപദ്രവിച്ച് ഇവര് സ്വയം സമ്പത്ത് ഉണ്ടാക്കാൻ നോക്കുന്നത്? ഇതൊന്നും അല്ല അതിന്റെ യഥാർത്ഥ വസ്തുത. ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ അവരുടെ സൗകര്യം വളരെ ഇത്തരം കാര്യങ്ങളിൽ സൗകര്യപ്രദമായി ഉപയോഗിക്കുകയും അവർ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കുകയും എന്നിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ പരിമിതമായ സൗകര്യങ്ങളാണ് ജയിലിലുള്ളത്. കൊടും കുറ്റവാളികളാണ്, ക്രൂരതയുള്ളവരാണ് വരുന്നത്. അതുകൊണ്ട് അവരെ നോക്കുമ്പോഴേക്കും ഏതൊരു മനുഷ്യനും സംഭവിക്കുന്ന ചെറിയ പിശുകളൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചു പോകും എന്ന നിലയ്ക്ക് പ്രചാരം നടത്തി അനുഭാവം നേടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രചാരവേലകളിൽ ഏർപ്പെടുന്ന റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്കെതിരെയും നാം കരുതിയിരിക്കണം എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, സൗമ്യ കേസിന്റെ വഴിയിലെ ഇത് പോകുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ എങ്ങനെ പ്രവചിക്കാൻ കഴിയുന്നത്? ഇതൊക്കെ പോകാതിരിക്കാനുള്ള ജാഗ്രതയുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. ആ ഗവൺമെന്റ് മെച്ചപ്പെട്ട അഭിഭാഷകരെ നിയോഗിച്ചുകൊണ്ട് അത് നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ ഹൈക്കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ വന്ന് കഴിഞ്ഞ ദിവസം അതിശക്തമായ രീതിയിൽ അതിന് എതിർക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗം കൊണ്ട് മാത്രമാണ് ഈ നിഷാമിന് ജാമ്യം അനുവദിക്കാതിരുന്നത്. ഇപ്പൊ ഈ തരത്തിൽ വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി നേരത്തെ വിജയൻ സൂചിപ്പിച്ച രീതിയിലുള്ള മാധ്യമങ്ങളും പൊതുസമൂഹം കാണിക്കുന്ന ജാഗ്രതയ്ക്ക് സമാനമായി തന്നെ കണ്ണുകണ്ണഴിച്ച് ഈ കേസ് പ്രോസിക്യൂഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എല്ലാത്തരം സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നുമുണ്ട് അത് ചുമതലപ്പെട്ട ആളുകൾ. അപ്പോ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള പ്രചാരവേലകൾ ചെയ്യുന്നതിനെതിരെ ജാഗ്രതയോടിരിക്കണം എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ മുൻപ് കാലങ്ങളിൽ ഈ പറയുന്ന നിഷാം എന്ന പ്രതിക്ക് ചില ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയിരുന്നു. പക്ഷെ വിചാരണ കോടതിയിൽ അത് വന്ന ഘട്ടത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ഈ വിചാരണ കോടതി ഇടപെടുകയുണ്ടായി. ഞാനൊരു സംഭവം പറയാം. വിചാരണ നടക്കുന്നതിനിടയിൽ ഇയാൾക്ക് സ്വന്തം വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നതിന് വേണ്ടി 28 രൂപയോളം ഒരു മാസം അനുവദിക്കപ്പെട്ട് കിട്ടേണ്ടതുണ്ടായിരുന്നു. കേവലം 28 രൂപ അയാളുടെ വീട്ടിൽ നിന്ന് മണി ഓർഡർ അയച്ച പൈസ അത് കിട്ടുന്നതിന് വേണ്ടി കോടതി മുഖേന അപേക്ഷ കൊടുക്കുകയും പ്രോസിക്യൂട്ടറുടെ വാദം കേൾക്കുകയും പോലീസിന്റെ റിപ്പോർട്ട് വരുത്തുകയും എല്ലാം ചെയ്തതിനു ശേഷം മാത്രമാണ് കോടതി അത് അനുവദിച്ചത്. അത്രമാത്രം ജാഗ്രത ജയിലിലെ ഒരു പ്രതിക്ക് കിട്ടേണ്ട എല്ലാ അവകാശവും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അത് ദുരുപയോഗപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കോടതി വളരെ ഗൗരവമേറിയ സമീപനം ഉണ്ടായിരുന്നു. അങ്ങനെ സമീപനത്തിലേക്ക് എത്താനിടയായത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ ടീം അവരുടെ ഒരു വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സമീപനവും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ ജാഗ്രത, അത് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന നിലനിർത്തി പോകുന്ന ഒരു ജാഗ്രതയാണ്. ഇത് രണ്ടും ഒരു സമരസപ്പെട്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ് ആ കേസ് ഇന്നത്തെ നിലയ്ക്ക് ഒരു അന്തിമ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ചോർന്നുപോയോ എന്നുള്ള ചോദ്യത്തില് ഇപ്പോൾ വിചാരണയ്ക്ക് ശേഷം ശിക്ഷിക്കപ്പെട്ടു, ജയിലിലേക്ക് അയക്കപ്പെട്ടു, ജയിലിൽ എത്തിയതിനു ശേഷം ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ്. കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലാണ് നാം ഇനി പരിശോധിക്കാനുള്ളത്. അതെ, അതാണ് ശ്രീ ജോർജ് ജോസഫ്, വളരെ പ്രസക്തമല്ലേ ആ നിരീക്ഷണം? എന്തുകൊണ്ടാണ് ഇത്തരം പ്രതികൾ ഇപ്പോൾ ജയിലിലെ ജീവനക്കാരുടെ, അവിടുത്തെ തടവ് പുള്ളികളെ നോക്കുന്ന ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു എന്നത് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള ന്യായീകരണമാകുന്നില്ലല്ലോ?
കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ കുറെ കൂടി കാര്യക്ഷമമായി അത് നടത്താം എന്നതല്ലാതെ പണം വാങ്ങി ഒരു പ്രതിയെ സഹായിക്കുന്നതിന് ഈ ജീവനക്കാരുടെ എണ്ണം കുറവ് എന്നതൊരു കാരണമാണോ? ഇവിടെ ഇപ്പോൾ ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ജയിലിന് സമീപമുള്ള ടവർ ലൊക്കേഷനിൽ നിന്ന് അയാൾ ഫോൺ ചെയ്തിട്ടുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടയിലും എവിടെ വെച്ചോ ഇയാൾ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ശേഷമോ രാത്രി 11 മണിക്ക് ശേഷമോ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അവിടുത്തെ പരിശോധന നടത്തുമ്പോൾ ഒന്നും കാണുന്നില്ല എന്നതുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ? ഞാൻ ആദ്യമായിട്ട് അഡ്വക്കേറ്റ് ഉദയഭാനുവിന് ഒരു മറുപടി കൊടുത്തോട്ടെ. അദ്ദേഹത്തിൻ്റെ ധാരണ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് സമൂഹത്തിൽ നിന്ന് അവർ പുറന്തള്ളിപ്പോയെന്നാണ്. അത് തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ആ ന്യായീകരണം. അദ്ദേഹത്തിൻ്റെ ഈ കേസിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞു തരാം. 304A ഉള്ളോ ഈ കേസിന്? A ആണോ 302 ആണോ എന്നുള്ള കാര്യം ഇനി ഹൈക്കോടതി പരിശോധിക്കാൻ കിടക്കുകയാണ്. സൗമ്യ കേസ് നമ്മളിത് പഠിച്ചതാണ്. പോലീസിലെ ജയിലിൽ ചാടിയ 6-7 പേരുടെ കേസ് ഞാൻ അന്വേഷിച്ചവനാണ് ഞാൻ. ആ കേസിനകത്തൊക്കെ ജയിൽ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ, ഒരു ബ്ലോക്കിനകത്ത് 20 മറ്റേ ഓപ്പോസിറ്റ് ബ്ലോക്ക് 20-40 പേര് കിടക്കുന്നിട്ട് രാത്രി ഒരാളാണ് ഡ്യൂട്ടി. അവർ ഭയപ്പാടോടി ജയിലിൽ ചാടാൻ കാരണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഒക്കില്ല. അവർ ഭയപ്പാടോട് കൂടിയാണ് ജയിൽ ഉദ്യോഗസ്ഥർ കിടക്കുന്ന ഈ ക്രിമിനൽസിൻ്റെ അടുത്ത്. ആ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ കയറി തട്ടിക്കുഴയുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ വാചകങ്ങളൊക്കെ പിൻവലിക്കണം. അതുകൊണ്ട് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഉദയഭാനു ഈ കേസിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പോലീസ് ചാർജ് ചെയ്യുന്ന കേസ് അതേപടി കോടതിയിൽ എവിഡൻസ് വരണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഈ കേസിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞു തരാം, ഇത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയും ചെല്ലു കഴിയുമ്പോൾ സൗമ്യ കേസിൻ്റെ അവസ്ഥ തന്നെ ഈ കേസ് വരും. അത് കേസ് അഡ്വക്കേറ്റ് ഉദയഭാനുവിന് ഒരു ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ചാർജ് ഷീറ്റിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കോൺട്രിബ്യൂഷൻ ആ കേസിനകത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ എവിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ള എവിഡൻസ് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ നാടപ്പിക്കാൻ നോക്കണ്ട. അത് 2-4 ചർച്ചയിൽ അദ്ദേഹം വ്യക്തിപരമായി എൻ്റെ പേരിൽ ആക്ഷേപം അന്വേഷിക്കുന്നത് അത് ഇനിയെങ്കിലും ദയവായി നിർത്തണം. ഞാനും തിരിച്ചു പറയേണ്ടി വരും. ശ്രീ ജോർജ് ജോസഫ്, നമുക്ക് ഈ കേസിൽ ഇനി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പോൾ ജയിലിൽ ജീവനക്കാരുടെ അഭാവം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അവർ കുറവാണ് എന്ന് താങ്കൾ പറഞ്ഞു. ശരിയായിരിക്കാം, നമ്മൾ പല സർക്കാർ വകുപ്പുകളിലും ആ പ്രശ്നം നേരിടുന്നുണ്ട്. പക്ഷേ നിശാമിനെ പോലെ ഒരു പ്രതിയെ, ഒരു കുറ്റവാളിയെ സഹായിക്കാൻ പോലീസ് ചിലർ, അല്ലെങ്കിൽ ജയിലിലെ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതിന് ഒരു ന്യായീകരണമായി അത് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല, അതിനകത്തൊരു കാര്യമുണ്ട്. നിശാമിൻ്റെ കേസിനകത്ത് സൽമാൻ ഖാൻ്റെ കേസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. 304A 2 വർഷം ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം പോയി. റോഡിൽ ഉറങ്ങിക്കിടന്ന ഒരു 4 പേരുടെ പുറത്തോട്ട് അദ്ദേഹം മദ്യവെച്ച് വണ്ടി ഓടിച്ച് ഒരാളെ കൊല്ലുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത് റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് തന്നെയാണ്. അതിനകത്ത് 2 വർഷം മാത്രമേ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മൾ ഈ 2015-2016 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 2002 നടന്ന സംഭവമാണ്. അപ്പോൾ നിശാമിൻ്റെ കേസിനകത്ത് ഇനി പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന അത് അന്ന് മുതൽ എന്നെ പോലെ ഉദ്യോഗസ്ഥന് സംശയമുണ്ട്. അത് ഞാൻ കൈക്കൂലി വാങ്ങാതെ വളർന്നു വന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അത് ജനങ്ങൾക്ക് എന്നോട് അടുത്തോടും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ കേസ് പിടിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ നടത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ അഡ്വക്കേറ്റ് ഉദയഭാനുവിനെ അറിഞ്ഞുകൂടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ സീനിയറായ പലരുമായിട്ട് ഞാൻ ചേർന്ന് പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതിനകത്ത് 304A എന്നുള്ള കേസ് അത് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യത കുറവാണ്. അത് കൂടുതൽ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം 302 304A എങ്ങാണ്ടാണ് ശിക്ഷിച്ചിരിക്കുന്നത് 10 വർഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിനകത്ത് ഒരൊറ്റ സാക്ഷിയോ അന്ന് ഓസ്ട്രേലിയയായി, ആ ഓസ്ട്രേലിയയായ സാക്ഷി വീണ്ടും തിരിച്ചു വന്ന് കോടതി സത്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ നോക്കും. തീർച്ചയായിട്ടും അതിൻ്റെ വാലിഡിറ്റി എല്ലാം നോക്കും. അതുപോലെ തന്നെ ആ കേസിനകത്ത് കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് പോലീസ് എടുക്കാതിരുന്നത്? അതുകൊണ്ട് വേറെന്ത് സെക്യൂരിറ്റിക്കാരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. വലിയ വീഴ്ചയാണ്. ശരിയാണ് ശ്രീ ജോർജ് ജോസഫ്. ഇക്കാര്യത്തിൽ പോലീസിനുണ്ടായ വീഴ്ചയും അന്വേഷണ സംഘത്തിലെ ഇടപെടലും ഒക്കെ പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. താങ്കൾ ഈ പറഞ്ഞ ഈ മൊഴി രേഖപ്പെടുത്താതിരുന്നൊക്കെ അതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ബോധപൂർവമായ വീഴ്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ജമന്തി, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ ഈ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങൾ. സൗമ്യ കേസിൽ സംഭവിച്ചതുപോലെ ഈ കേസിലും മേൽക്കോടതികളിൽ ഒരു തിരിച്ചടി നേരിട്ടേക്കാമെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. അത്തരമൊരു ആശങ്ക ഇപ്പോൾ ഈ നിശാമിനെ പോലുള്ള പ്രതികൾക്ക്, കുറ്റവാളിക്ക് ജയിലിൽ നിന്ന് പോലും വലിയ സഹായം ലഭിക്കുന്നു. അയാൾ ജയിലിൽ കിടന്ന് ബിസിനസ് നടത്തുന്നു, അയാൾ ജയിലിൽ കിടന്ന് അയാളുടെ ജീവനക്കാരെ മാനേജ് ചെയ്യുന്നു, അയാളുടെ സഹോദരങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ കേസിൽ മേൽക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ?
എനിക്ക് പറയാറുള്ളത് ഇപ്പൊ ജോസഫ് സാറ് പറഞ്ഞ പോലെ ആള് കുറെ പ്രാവശ്യമായി പറഞ്ഞു സൗമ്യ വധക്കേസിൽ സംഭവിച്ച പോലെ ഈ കേസിൽ മതി. ഇതിന് ഭയങ്കരമായിട്ട് ആ സാറ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വ്യക്തമായൊരു മറുപടിയാണ് ആള് കുറെ പ്രാവശ്യമായിട്ട് പറയുന്നു. സൗമ്യ വധക്കേസിൽ സംഭവിച്ച പോലെ ഇതിൽ സംഭവിക്കുന്നു. ഞാൻ ചന്ദ്രബോസിന്റെ ഭാര്യ, എന്റെ ഭർത്താവ് മരിച്ചാൽ എനിക്ക് നീതി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ സൗമ്യ വധക്കേസിലെ പോലെ ഇനി അങ്ങനെ വെറുതെ വിടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല. സാറ് കുറെ പ്രാവശ്യമായി പറഞ്ഞു സൗമ്യ വധക്കേസിലെ പോലെ ഇത് അതേപോലെ സംഭവിക്കുന്നു. അതിന് ആൾക്ക് വ്യക്തമായ ഇതുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ സംസാരിക്കുന്നത്? നമ്മളൊരു ശിക്ഷ വാങ്ങിക്കൊടുത്ത അയാൾ ശിക്ഷിക്കണം തന്നെ നമ്മൾ വിചാരിക്കുന്നത്. അല്ലാണ്ട് കോടതിയിലേക്ക് നിശാമിന് കുറെ പൈസ കാശ് കൊടുത്ത് രക്ഷപ്പെടുമെന്നാണ് സാറ് വിചാരിക്കുന്നത്. പക്ഷെ സാറ് ഒരിക്കലും താങ്കൾ പറയാൻ പാടില്ല സൗമ്യ വധക്കേസിലെ പോലെ സ്ഥിരമായിട്ട് ഇത് ഈ കേസ് വെറുതെ വിടുന്നു. അത് കേട്ടിരിക്കുന്ന ആർക്കും അത് സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെ വെറുതെ വിടാനല്ല. എനിക്ക് എന്റെ മക്കൾക്കാണ് ആരുമില്ല ഉണ്ടായത്. ലാഘവത്തോടെ അത് പറയുന്നത്. ജോർജ് ജോസഫ് വിശദീകരണം നൽകും. ശ്രീമതി ജമന്തി, അമ്മ എത്ര വേദന. ഞാൻ അതേപ്പറ്റി പറയട്ടെ. ഞാൻ ഇതുവരെയുള്ള ചർച്ചകളിൽ മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇയാളെ ജയിലിടണമെന്ന് തന്നെ ആണ്. അല്ല, ജയിലിടണമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെയുള്ള ചർച്ചകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് പോലീസിന് വളരെയധികം പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നിയമമാണ് പറയുന്നത്. ഞാൻ ജയന്തിയെ കണ്ടിട്ടില്ല. ഞാൻ അന്ന് മുതലേ നിങ്ങളുടെ വീട്ടുകാരോട് സഹാനുഭൂതി കാണിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് കൊണ്ട് മാത്രം പറയണം. എനിക്ക് ഞാൻ കേസിന്റെ മെരിറ്റ് മാത്രമാണ് നോക്കുന്നത്. തോന്നും അങ്ങനെ പറയാൻ പാടില്ല. ഇല്ല, ഞാൻ നേരത്തെ ഒരു അമ്മയുടെ കേട്ടതാണ്. സൗമ്യയുടെ അമ്മയുടെ കരച്ചിലും അവരുടെ മുഴുവൻ ഇല്ല, ഞാൻ പറയാൻ പാടില്ല. പക്ഷേ ഇല്ല, അത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വക്കീലിന്റെ അടുത്ത് പറഞ്ഞ് അഡ്വക്കേറ്റ് ഉദയവാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ശരി ഞാൻ വരാം. ശ്രീ പി ഉദയഭാനു, ഇതിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ, അതായത് വലിയ തോതിലുള്ള ഇടപെടൽ ഇയാൾക്ക് വേണ്ടി ഇപ്പോഴും നടക്കുന്നുണ്ട്. പുറത്തുള്ള സാക്ഷികൾ, അതുപോലെ ഈ കേസിൽ സഹായിച്ചവർ, അവരുടെയൊക്കെ പിന്തുണ തുടർന്ന് താങ്കൾക്ക് കിട്ടാതിരിക്കാനുള്ള ഏർപ്പാടുകൾ കൂടി ഒരുപക്ഷെ നിശാം ഈ ജയിലിൽ കിടന്നു ചെയ്യുന്നുണ്ടാകാം. സാക്ഷികളെ സ്വാധീനിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, നമുക്കറിയാമല്ലോ അതിനൊക്കെ എത്രയോ വഴികളുണ്ടെന്ന്. അത്തരത്തിലുള്ള അപകടകരമായ വഴികളിലൂടെ ഇയാൾ ജയിലിൽ കിടന്നുകൊണ്ടും സഞ്ചരിക്കുന്നുണ്ട് എന്നത് ഈ കേസിൽ തുടർന്നും ഹൈക്കോടതിയിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ കേസ് വന്നു കഴിഞ്ഞു. അതിൻ്റെ ഹൈക്കോടതിയിലെ നടത്തിപ്പിനെ ബാധിക്കുമെന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ? ഹൈക്കോടതിയിൽ ഈ വിചാരണ കോടതിയിൽ ഉണ്ടായ പോലെ സാക്ഷികളെ സ്വാധീനിക്കുന്ന ഒരു സംഭവമൊന്നും ഹൈക്കോടതിയിൽ നടക്കാനില്ല. അവിടെ ഇപ്പോ ഹൈക്കോടതി അദ്ദേഹം വിചാരണ കോടതിയിൽ ഉണ്ടായിരുന്ന അഭിഭാഷകനെ മാറ്റി മറ്റൊരാളെ ചുമതലപ്പെടുത്തി ആ അഭിഭാഷകൻ ഹാജരാകുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇനി ഹൈക്കോടതിയിലെ ഇതിന്റെ ഒരു വാദത്തിന്റെ ഒരു ആദ്യഘട്ടമാണ് നടക്കാൻ പോകുന്നത്. അത് അവരുടെ ഈ ശിക്ഷ താൽക്കാലികമായിട്ട് റദ്ദാക്കി ജാമ്യം കിട്ടണമെന്നുള്ള അപേക്ഷയാണ്. ആ അപേക്ഷയിലുള്ള വാദം കഴിഞ്ഞു. അതിന് ഹാജരായ സർക്കാർ അഭിഭാഷകൻ ഞാനല്ല. അത് സർക്കാർ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഹാജരായിട്ടുള്ളത്. അവിടെ ആശങ്കപ്പെടേണ്ട യാതൊരു വസ്തുതകളും ഉള്ളതായിട്ട് അദ്ദേഹം ആയിട്ടുള്ള ആശയവിനിമയത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അത്തരം ആശങ്കകളല്ല ഉള്ളത്. ഇത് പൊതുസമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ വിഷയമുണ്ട്. ശ്രീ വിജയൻ, നാം ഇതിനെ ചർച്ച ചെയ്യുമ്പോൾ നാം പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, ഇത് ഒരു നിശാമിൽ എന്ന ഒരാളിലേക്ക് ഒരു പ്രത്യേക ക്യാൻവാസിലേക്ക് ചുരുക്കി ഇതിനെ ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ഗൗരവം ചോർന്നു പോകാനിടയുണ്ട്. എന്തുകൊണ്ടെന്നാൽ കുറ്റവാളികളിൽ നിന്ന് തടവിലാക്കപ്പെടുന്ന പ്രതികൾക്ക് ആനുകൂല്യം കൊടുക്കാനായിട്ട് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരാണല്ലോ പിന്നീട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള രീതിയിലുള്ള സംഭാഷണത്തിലേക്കൊക്കെ പോകുന്നത്, അപ്രകാരം ഉള്ള മനസ്ഥിതി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നും സർവീസിലുണ്ട്. ആ സർവീസിലുള്ള ആളുകളുടെ ഈ കുഴപ്പം കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇവർ ചെയ്തു കൊടുക്കുന്ന സഹായം കൊണ്ട്, ആനുകൂല്യങ്ങൾ കൊണ്ട് വൃണിത ഹൃദയരായിട്ടുള്ള ഒട്ടനവധി അമ്മമാരുടെ, സഹോദരിമാരുടെ, ഭാര്യമാരുടെ അവരുടെ വേദനയാണ് ഇവരെ വിലപേശി ഇവരെ സ്വന്തം കീശ വീർപ്പിക്കുന്നത്. അവിടെയാണ് നാം എതിർക്കണമെന്ന് പറയുന്നത്. അതാണ് എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടത്. ഇവിടെ ജാഗരൂകരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഈ കാര്യത്തിൽ ഇല്ല എന്നാണ് നമുക്ക് ഉള്ള ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ഇവിടെ സമ്പത്തുള്ളവൻ, അതുപോലെ സ്വാധീനമുള്ളവൻ, അവൻ ജയിലിലടക്കപ്പെട്ടാൽ പുറമെ എങ്ങനെ ജീവിക്കുന്നുവോ അതിന് സമാനമായിട്ടുള്ള
ജീവിത രീതിയിലേക്ക് തന്നെ അയാൾക്ക് എത്തപ്പെടാൻ പറ്റും. അയാൾക്ക് ബന്ധുക്കളെ വിളിക്കാം, അയാളുടെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ ആവശ്യമുള്ള ബിസിനസ് ഏർപ്പെടുന്നത് കൊട്ടേഷൻ സംഘങ്ങളെ രൂപീകരിക്കാം, അവരെ വിനിയോഗിക്കാം, മയക്കുമരുന്ന് കച്ചവടങ്ങളിൽ ഏർപ്പെടാം, അതോ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പുസ്തകങ്ങൾ പുറത്തു കൊടുക്കാൻ കൊണ്ടുപോകാം, അത് വിനിമയം ചെയ്യാം. ഇത്തരം കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നു എന്നാണ് പുറമേയുള്ള അഭിഭാഷകരടക്കമുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഈ വിവരങ്ങൾ നമ്മൾ സമയാസമയങ്ങളിൽ ഇന്റലിജൻസ് മേധാവികൾക്കോ കോടതികൾക്കോ ഒക്കെ കൈമാറി കഴിഞ്ഞാൽ ഇതെല്ലാം കോർത്തിണക്കിയ ഒരു അന്വേഷണ സംവിധാനത്തിൽ കൊണ്ടുവരാനും ആ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനം നമുക്ക് ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ജയിൽ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നിലവിൽ ഫലപ്രദമല്ല. അതുകൊണ്ട് മാത്രമാണ് അമിതമായി ഇവർ ഈ ആളുകളുടെ അംഗസംഖ്യ കുറവാണ് എന്ന ആനുകൂല്യം പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ ഈ ജയിലിലാക്കപ്പെട്ട ആളുകളിൽ നിന്നും തടവുകാരിൽ നിന്നുമെല്ലാം പണം പിടിഞ്ഞു വാങ്ങി അവർക്കുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്. തീർച്ചയായും അതൊരു ന്യായമായി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നതല്ല. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള കൈക്കൂലി ഈ രീതിയിൽ പ്രതികളെ കുറ്റവാളികളെ സഹായിക്കുന്ന നടപടി ജയിലിൽ ഉണ്ടാകുമെന്ന വാദം നിലനിൽക്കുന്നതുമല്ല, അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ശ്രീ എ റഹീം, ഇവിടെ ഇപ്പോൾ ജമന്തി നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർക്ക് ഈ വിവരം ലഭിച്ചിട്ട് ആഴ്ചകളായിരുന്നു. അവർ നിശാന്തിനിയെ റൂറൽ SP കണ്ട് അല്ലെങ്കിൽ റൂറൽ SP ഇത് അറിയിച്ചതുമാണ്. അവിടെ ഇയാൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ വലിയ ആശങ്ക അവർക്ക് എല്ലാവർക്കും ഉണ്ട്, അത് പരിശോധിക്കണമെന്നത്. പക്ഷേ അതിലേതെങ്കിലും പരിശോധന നടന്നതായി നമുക്കറിയില്ല. ഇന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ജയിലിൽ പരിശോധന നടക്കുന്നത്. ഈ വാർത്ത 2 നമ്പറിൽ നിന്നും തുടർച്ചയായി പുറത്തേക്ക് ഫോൺ ചെയ്യുന്ന നിഷാമിന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലല്ലോ. സ്വാഭാവികമായും അയാളുടെ ഫോണും അത്തരം സാമഗ്രികളും ഒക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകും. എല്ലാം ഒളിപ്പിച്ച് ഉദ്യോഗസ്ഥർക്കൊക്കെ രക്ഷപ്പെടാൻ സൗകര്യവും ഒരുക്കിയ ശേഷം അവിടെ നടത്തിയ പരിശോധന കൊണ്ട് എന്തർത്ഥം? ആത്യന്തികമായി ആദ്യം തന്നെ നടപടിയെടുക്കേണ്ടത് ഈ രീതിയിൽ പരാതി കിട്ടിയിട്ടും അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെയല്ലേ? തീർച്ചയായിട്ടും ആ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ജയിലിൽ ഈ തൊണ്ടി മുതലെടുക്കാനുള്ള പരിശോധനയല്ല പ്രധാനമായും ഈ DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ്. അതെ, ഇവിടെ പരാതി നിശാന്തിനിയുടെ മുമ്പിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നത് പരാതി രേഖാമൂലമല്ല, ശ്രദ്ധയിൽപ്പെടുത്തി ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതും പുറത്തു വന്നിരിക്കുന്ന വാർത്തയും 2 സന്ദർഭങ്ങളാണ്, 2 വിഷയങ്ങളാണ്. അതെ 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 അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2 അതായത് ഇതിപ്പോൾ യാത്രക്കിടയിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത്. നിശാന്തിനിയുടെ മുമ്പിൽ SP മുമ്പിൽ വരുന്ന പരാതി ജയിലിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ്. ജയിൽ വകുപ്പിൻ്റെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണല്ലോ പ്രതി ഇപ്പോൾ റിമാൻഡ് ചെയ്തു, അതിനുശേഷം ശിക്ഷിച്ച അണ്ടർ കസ്റ്റഡി. അപ്പോൾ ജയിലെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജുഡീഷ്യറിയുടെ നിയന്ത്രണത്തിൽ, ജയിലധികൃതരുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അപ്പോൾ അത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇവിടെ ശ്രീ ജോർജ് ജോസഫ് സാർ പറയുന്നത് പോലെ അല്ല, ഇവിടെ നേരത്തെ പറയുന്നതുപോലെ നമ്മളാരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല. അത് ശ്രീ ചന്ദ്രബോസിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, കേരളമൊട്ടുക്കും അങ്ങനെ സൗമ്യ വധക്കേസ് പോലൊരു വിഷയം ഒരു ദുരന്തമായി ഈ കേസിൻ്റെ വിധി മാറരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ആ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ആ സെൻറ്റിമെൻറ്റ്സിൽ ഞാനും പങ്കുചേരുകയാണ്. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ശ്രീ ഉദയഭാൻ വക്കീൽ ഇതിനകത്തുണ്ട്. 302 ഇപ്പോൾ ഇവിടെ ഷാരൂഖ് ഖാൻ്റെ കേസ് പറഞ്ഞതുപോലല്ല ഇത്. ഈ കേസ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ കട്ടായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. 304 അല്ല, 302 തന്നെ അട്രാക്ട് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. എന്തായാലും തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ട കേസിൻ്റെ പ്രാരംഭ ദിശയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു, വലിയ രാഷ്ട്രീയ സ്വാധീനമായിരുന്നു. ആ രാഷ്ട്രീയ സ്വാധീനമെല്ലാം തന്നെ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. അതിനുശേഷമാണ് വലിയ സമൂഹത്തിൻ്റെ ജാഗ്രത, ആ ജാഗ്രതയുടെ ഫലമായിട്ടാണ് നിസാം ജയിലിനുള്ളിൽ കിടക്കുന്നത്. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യവുമാണ്. അതങ്ങനെ തന്നെ പോകണം. ഗവൺമെൻറ്റിന് കൃത്യമായ ഇച്ഛാശക്തിയുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഒരു കാരണവശാലും നിഷാമിന് നിയമത്തിൻ്റെ ആനുകൂല്യം, അതിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ആനുകൂല്യം ജയിലിനകത്തോ ജയിലിന് പുറത്തോ ഇനി ഇതിൻ്റെ അപ്പീൽ ഘട്ടങ്ങളിൽ കോടതികളിലോ ഉപരികോടതികളിലോ ലഭിക്കാതിരിക്കുവാനും ചന്ദ്രബോസിന് അനുകൂലമായി ഇരയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാനും ഇച്ഛാശക്തിയുള്ള പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെൻറ് ഇവിടെയുണ്ട്. ആ ഗവൺമെൻറ് ഇത് മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ നിഷാവുമായി ബന്ധപ്പെട്ട് പഴയൊരു കേസുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആഡംബര കാറിനുള്ളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ട്രാഫിക് ചെയ്യുന്ന കാര്യം പിടിച്ച് അകത്തിട്ട് പൂട്ടി എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ആ കേസെല്ലാം എത്ര വലിയ സ്വാധീനം ഉപയോഗിച്ചായിരുന്നു അത് തേഞ്ഞുമാഞ്ഞു പോയത്. സാധാരണ അങ്ങനെ ഒരു കേസാണ് ഡ്യൂട്ടിക്കിടയിൽ ഒരു ഉദ്യോഗസ്ഥയാണതും ഒരു വനിതയ്ക്കെതിരെ ചെയ്തിരുന്നതെങ്കിൽ വേറൊരാളുടെ അവസ്ഥ എന്താകുമായിരുന്നു. അപ്പോൾ പണത്തിനും ഇതേ പരുത്തു പറക്കില്ല എന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൻ്റെ പ്രതിഫലമാണ്, അതിൻ്റെ ഹുങ്കാണ് ശ്രീ നിഷാം കാണിച്ചത്. അതാണ് ഇപ്പോഴും തുടരുന്നത്. അത് ഈ ഉദ്യോഗസ്ഥരുമായെല്ലാം ബന്ധപ്പെട്ട് ജീവനക്കാരുടെ കുറവ് എന്നതൊന്നും ഞാൻ
കാണുന്നില്ല. അതാണ് ശ്രീ ഈ ഉദ്യോഗസ്ഥർ നന്നാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിരന്തരമായി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ക്രിമിനലുകളോട്, ഇത്തരത്തിൽ വിചാരണ തടവുകാരനോടൊന്നും അല്ലല്ലോ ഈ സഹാനുഭൂതി കാണിക്കുന്നത്. കുറ്റവാളിയാണെന്ന് കോടതി വിധിച്ച് അയാൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ നൽകേണ്ടുന്ന കേസാണ്. ഒരുപക്ഷെ വധശിക്ഷയോട് ഏതെങ്കിലും തരത്തിലുള്ള വൈമുഖ്യം പുലർത്തുന്ന വിചാരണ കോടതി ജഡ്ജ് ആയതുകൊണ്ടാകാം ഈ രീതിയിൽ 35-40 വർഷത്തേക്കുള്ള കഠിന തടവും പ്രഖ്യാപിച്ച് ഇയാൾ ഒരു കാലത്തും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് ശിക്ഷിച്ച കുറ്റവാളിക്ക് എല്ലാ സഹായവും ചെയ്യുകയാണ് ജയിലിൽ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് CP ഉദയഭാനു, മുൻകാലങ്ങളിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. TP കേസിലടക്കം ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ നിഷാമിൻ്റെ കേസിൽ തന്നെ അയ്യന്തോളിൽ ഇയാൾ ഒരു ഹോട്ടലിൽ വെച്ച് കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഈ പോലീസ് തന്നെയാണ് അയാൾക്ക് സഹായം ചെയ്തു കൊടുത്തത്. ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ മാതൃകാപരമായി നടപടിയെടുക്കാത്തത് കൊണ്ടാണോ ഇത് നിരന്തരമായി ഈ കുറ്റവാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നാവുകൾ നമ്മുടെ ജയിലിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്? ശ്രീ വിജയൻ, ആ സംഭവത്തിൽ, അതായത് ശ്രീ നിഷാമിനെ തൃശ്ശൂരിൽ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഏതൊരു ഹോട്ടലിൽ പോയി കുടുംബാംഗങ്ങളുമൊത്ത് ഭക്ഷണം കഴിക്കാൻ ഇടയായ സാഹചര്യത്തിൽ അത് റിപ്പോർട്ട് ചെയ്തത് അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അതിന്മേൽ അത് കണ്ണൂർ SP ഇപ്പോഴത്തെ ശ്രീ ഉണ്ണിരാജൻ അദ്ദേഹം അതിൽ അന്വേഷണം നടത്തി അത് കുറ്റവാളികളായിട്ടുള്ള കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 4 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റൽ തലത്തിലുള്ള നടപടി എന്ന നിലയിൽ അത് അവിടെ പിന്നീട് ഒതുങ്ങി പോവുകയും ചെയ്തു. ഇതിന് ജാഗ്രതയോടുകൂടി ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് ചെയ്യാൻ നിരന്തരമായി പണത്തിൻ്റെതായിട്ടുള്ള കൊഴുപ്പ് കൊണ്ട് സ്വാധീനം ഉപയോഗിക്കുവാനും അവരെ വഴങ്ങിയില്ലെങ്കിൽ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാവുന്ന സാഹചര്യങ്ങൾ ഒരുക്കുവാനും ഈ പ്രതികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വീണു പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥന്മാർ മാറരുത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലുള്ള പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിന് തങ്ങളുടേതായിട്ടുള്ള പരിമിതികൾ എന്ന ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതിന്റെ ആനുകൂല്യമെല്ലാം മറച്ചുവെക്കാൻ നേടിയെടുക്കാൻ കഴിയും. ഇപ്പൊ ഈ ചർച്ചയിൽ ഉടനീളം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ഈ ജയിലിലെ അംഗസംഖ്യ കുറവാണ്, അതുകൊണ്ട് അവർക്ക് ജോലിഭാരം കൂടുതലാണ്, കുറ്റവാളികളാണ് അകത്ത് കിടക്കുന്നത്. അവർ കിടക്കുന്ന ചില സെല്ലുകളിലൊക്കെ എത്തി നോക്കാൻ പോലും പറ്റുകയില്ല, ഭയമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പിന്മാറി നിൽക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്? അരാജകത്വം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് വേണം? അംഗസംഖ്യ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ ഇന്ന് വരെ ജയിലിൽ അങ്ങനെ റെക്കോർഡുണ്ടോ? ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണക്കുറവ് കൊണ്ടാണ് ജയിലിലെ അരാജകത്വം ഉണ്ടാകുന്നത്, ജയിലിലെ അഴിമതി ഉണ്ടാകുന്നത്, അഴിമതി നിയന്ത്രിക്കാൻ പറ്റപ്പെടാതെ പോകുന്നത് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇതിനു മുമ്പ് ഈ ജയിലിൽ ചപ്പാത്തിയും മറ്റും ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ മെച്ചപ്പെട്ട നവീകരണ പ്രക്രിയ, ജനാധിപത്യപരമായി അവരെ പുനരധിവസിക്കുന്ന പ്രക്രിയ നടക്കുന്നു എന്നെല്ലാം അവകാശപ്പെട്ട ഒട്ടനവധി ആളുകൾ ജയിൽ മേധാവികളായിരുന്നതാണല്ലോ. എപ്പോഴെങ്കിലും ഇങ്ങനെ വന്നിരുന്നോ? അപ്പൊ ഇതൊന്നുമല്ല ബേസിക് പ്രശ്നം. മനുഷ്യന്റെ മനസ്സിലുള്ള എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, അത് ആരെ കൊന്നിട്ടും പണം ഉണ്ടാക്കണം എന്നുള്ള അഭിവാഞ്ച എന്ന ഒരൊറ്റ ഘടകം മാത്രമാണ്. ഉദ്യോഗസ്ഥന്മാരായിട്ടിരിക്കുമ്പോഴേക്കും സർക്കാരിന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി ആരെ ഭീഷണിപ്പെടുത്തിയാലും പണം തനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് എന്ത് ഉടുപ്പില്ലാത്ത ന്യായവും പറയും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അംഗസംഖ്യയുമായി ബന്ധപ്പെടുത്തി വന്ന ഈ ചർച്ച. അതുകൊണ്ട് ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. വളരെ അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതിന്റെ ആത്മാർത്ഥതയോട് തന്നെ ഇടപെടുകയും കുറ്റവാളികളായിട്ടുള്ള മുഴുവനായിട്ടും തിരിച്ചറിയുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും വേണം. വിജയൻ, നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ റവന്യൂ വകുപ്പ്, മോട്ടോർ വകുപ്പ്, ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും അഴിമതി നടത്തുന്നത് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളൊക്കെ വിശ്വസിക്കപ്പെടുന്ന കാര്യം. ജയിലിലാകട്ടെ, ജയിലില് എന്റെ അറിവിൽ ഒരു കേസ് കൊല്ലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഈ ജയിൽ വിഭാഗങ്ങളിൽ തന്നെ യാതൊരു തരത്തിലുള്ള വിജിലൻസിന്റെ ഇടപെടലുകളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. വിജിലൻസ് കാര്യമായിട്ടൊരു അന്വേഷണം നടത്തട്ടെ. ആ അന്വേഷണത്തിൽ നിന്നും ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സ്വത്ത് വിവരങ്ങൾ, അവർക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുക്കളുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള നടപടികൾ തീർച്ചയായും അത്തരത്തിലുള്ള പരിശോധന ആവശ്യമാകുന്ന സാഹചര്യമാണ് ഈ കേസിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഇട്ടുമൂടാൻ പണമുണ്ടായിരുന്നു എന്നതുകൊണ്ട് അയാൾക്ക്, നിഷാമിന്, നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളെ വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ പണം ഉപയോഗിച്ച് നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളോട് അയാൾക്ക് അങ്ങനെ പ്രതികരിക്കാനും കഴിഞ്ഞില്ല. പക്ഷേ വളഞ്ഞ വഴിയിലൂടെ ഇത്തരം കുറ്റവാളികൾ വീണ്ടും ചില ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയാണ്, അതും ഈ പണത്തിൻ്റെ ബലത്തിൽ മാത്രം. അത്തരത്തിൽ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ എന്തു പറഞ്ഞിട്ടാണ് ന്യായീകരിക്കാൻ കഴിയുക? അടിയന്തരമായി നടപടിയെടുത്ത് അവരെ മാറ്റി നിർത്തുക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും പോംവഴിയുണ്ടോ?
ഒരു പോംവഴിയില്ല. ഈ അഡ്വക്കേറ്റ് ഉദയഭാനുവിൻ്റെ ധാർമ്മിക രോഷം ഞാൻ 30-35 വർഷം പോലീസിൽ ഇരുന്ന് ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചവൻ തന്നെയാണ്. 2.5-3 വർഷം എനിക്ക് ശമ്പളം ഇല്ലാതെ ഇരിക്കേണ്ടി വന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഉദ്യോഗസ്ഥ ബന്ധത്തിനെ മര്യാദ പഠിപ്പിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. നമുക്കത് പരിക്കേൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജയിലിലെ കാര്യമായാലും എവിടുത്തെ കാര്യമായാലും ശരി, ഇപ്പോഴും പറയുന്ന ആർക്കും ഇന്ന് വരെ നമ്മൾ ഇതിനു മുമ്പ് ജയിലിൽ നമ്മൾ കണ്ടല്ലോ അവിടുന്ന് ഫോൺ ചെയ്തതായിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? എത്രയോ പേര് അവിടുന്ന് ഫോൺ ചെയ്തിരിക്കുന്നു, എത്രയോ ഫോൺ അവിടുന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. എന്ത് നടപടി സ്വീകരിച്ചു ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട്? അപ്പോൾ ഇതൊക്കെ പറയാൻ നല്ല സുഖമുണ്ട്, കേൾക്കാനും സുഖമുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊന്നും യാതൊരു നടപടികളും കേരളത്തിലെ ഒരു ഗവൺമെന്റും ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ഇതുവരെ നടപടി എടുത്തായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയ തടവുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളായവർക്ക് വേണ്ടി മുൻകാലങ്ങളിലും ഇതേ രീതിയിൽ സ്വാധീനങ്ങൾക്ക് വശംവദരായി അവിടെ പോലീസുകാരോ ജയിൽ ഉദ്യോഗസ്ഥരോ പ്രവർത്തിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. ഇത് കാലാകാലങ്ങളായി നടക്കുകയാണ്. പണം അല്ലെങ്കിൽ സ്വാധീനം ഇതിന് വഴങ്ങുകയാണ് നമ്മുടെ ജയിലിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ. അവിടെ എന്തും നടക്കും. അന്ന് ഫോൺ ഉപയോഗിച്ചുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ അത് പരിശോധിച്ചതാണ്. അന്ന് ആ പരിശോധനയുടെ പേരിൽ ഉദ്യോഗസ്ഥരത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള നിയമ നടപടികളെല്ലാം നടന്നിട്ടുള്ളതാണ്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നിങ്ങൾ ഫോൺ വിളി മാത്രമായി ചുരുക്കി കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ശ്രീ ഉദയഭാനു വക്കീലൂടെ സൂചിപ്പിച്ചു, അതിനകത്തിരുന്ന് എല്ലാം നടത്തുകയാണ്. ഇത് ഒരു ജയിലെന്ന് പറയുന്നത് ഒരു മാഫിയ കേന്ദ്രമായി കൂടി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ഉദ്യോഗസ്ഥർ വഴങ്ങിക്കൊടുക്കുന്നത്. ഒരുപാട് ബന്ധങ്ങൾ അവിടെ വരും. അദ്ദേഹത്തിൻ്റെ കച്ചവടം നടത്തുന്നതാണ്. ഇപ്പോൾ പുള്ളിയുടെ ഫോൺ സംഭാഷണം പുറത്ത് വന്നപ്പോൾ വന്ന വിഷയം അതാണല്ലോ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹം നിയന്ത്രിക്കാൻ കഴിയുന്നു, അതിനകത്ത് ഫോൺ ചെയ്യാൻ കഴിയുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഭീഷണിപ്പെടുത്തേണ്ടവരെ ശത്രുക്കളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നു. ഇങ്ങനെയെല്ലാമുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റി അവിടെ എങ്ങനെ എന്തുകൊണ്ട് സാധിക്കുന്നു? ഒരു സംശയവും വേണ്ട. ഒരു ജയിലിനുള്ളിൽ കിടക്കുന്ന 100 കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവർക്കൊന്നും ഇങ്ങനെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നുവെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതരുത്. ഞാൻ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. എനിക്ക് നന്നായിട്ടറിയാം ആ ജയിലിനകത്തെ കാര്യം. ജയിലിനകത്ത് താമസിച്ച ഒരാളെന്ന നിലയിൽ എനിക്കത് പറയാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കൊഫെ പോസാത്തടവെല്ലാം തന്നെ വരുന്നവർക്ക് ആ ജയിലിൽ എത്ര വലിയ റോയൽ, അത് ഇന്നത്തെ കാര്യമല്ല, എത്രയോ കാലമായി അതൊരു സിസ്റ്റമായി നിലനിൽക്കുകയാണ്. ആ സിസ്റ്റം മാറ്റിക്കളയേണ്ടതുണ്ട്. ആ മാറ്റിക്കളയാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ജോർജ് ജോസഫ് സാറിനെ പോലുള്ളവർ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. അതൊക്കെ മാറ്റാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ കഴിയും വിധമുള്ള ഒരു പരിഷ്കാരവും ഇടപെടലുകളും ഇപ്പോൾ ജയിലിൽ അന്ന് ജയിലിൻ്റെ ഇപ്പോൾ നവീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പഴയകാല ജയിലുകളിൽ നിന്ന് ഒരുപാട് മുമ്പോട്ട് പോയി. മുമ്പ് ഇദ്ദേഹം പറഞ്ഞു, സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞു, ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ കുറവ് പറയുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. ആ സ്ഥലപരിമിതിക്ക് വലിയ പരിഹാരം കണ്ടെത്തിയത് കഴിഞ്ഞ സഖാവ് കോടിയേരി ആഭ്യന്തര വകുപ്പ് മന്ത്രി ജയിലിൻ്റെ ചുമതല വഹിച്ചിരുന്ന സന്ദർഭത്തിലാണ്. പുതിയ ജയിലുകൾ വന്നു. അവിടെ റിഫോർമേറ്റീവ് തിയറിയാണ് നമ്മൾ പ്രധാനമായിട്ടും അതിനകത്ത് ഉപയോഗിക്കുന്ന ജയിലിൽ. അവരെ നവീകരിക്കാനും അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു. അങ്ങനെ ജയിലിനകത്ത് ഫലപ്രദമായി ശാസ്ത്രീയമായി മനുഷ്യാവകാശങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ജയിലിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ ഭദ്രതയും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി നടപടികളിലേക്ക് പോവുകയുണ്ടായി. ചെയ്യാമല്ലോ. ഇപ്പൊ അതിനുള്ള സംവിധാനം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ അതല്ലേ ഇവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. ഇതെല്ലാം ഒറ്റയടിക്ക് എല്ലാം മാജിക് ദണ്ടുകൊണ്ടെല്ലാം മാറ്റിയെന്ന് വരില്ല. പക്ഷേ ഇത്തരത്തിൽ ഉണർന്നിരിക്കുന്ന കേരളത്തിൻ്റെ മാധ്യമ സമൂഹം, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, ഇതിനെല്ലാം ശക്തമായ ഇടപെടലുണ്ട്. ഇവിടെ വരുന്നൊരു കാര്യം, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ കോൺഗ്രസിന് പ്രതിനിധിയില്ല എങ്കിൽ പോലും നിഷാമിന് ഇപ്പോഴും എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും അവരാൽ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഉണ്ട്. ശ്രീ റഹീം, നമുക്ക് കാടടച്ച് വെടിവെക്കേണ്ടതില്ല. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീമതി ജമന്തി, ഇതിപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണല്ലോ. പ്രതിസന്ധി എന്ന് നമുക്ക് പറയേണ്ടതില്ല. എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്, സംവിധാനങ്ങളെല്ലാം ഉണ്ട്, മാധ്യമങ്ങളുണ്ട്, പൊതുസമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ? ഈ വിഷയത്തിൽ ആശങ്ക അറിയിക്കാൻ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ? ശിക്ഷിക്കപ്പെട്ടിട്ടും ഈ പ്രതി സുഖവാസം അനുഭവിക്കുകയാണ് ജയിലിലെന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയോട് പറയാൻ പോകുന്നുണ്ടോ? ഞങ്ങൾ പരാതി കൊടുക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. MLA കയ്യിൽ കൊടുത്തു. നേരിട്ട് പോണില്ല. പക്ഷെ ഞങ്ങൾ 3 പേർക്ക് ജയിൽ IGക്കും DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും കൊടുക്കണം.
പിന്നെ ജോസഫ് സാറ് പറഞ്ഞ പോലെ ജയിലിൽ ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ ഉണ്ട്, അത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അങ്ങനെ വെച്ചാൽ അവർക്കൊരു വാട്സപ്പ് ഒരു മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുത്തൂടെ? അതല്ല അതിന്റെ ശരി. നമ്മൾക്ക് ആകെ അവർക്ക് ഓരോ ടൈം ഉണ്ടാവില്ല ജയിലിൽ സംസാരിക്കാനായിട്ട്. അത് 5 മണി തൊട്ട് സ്ഥിരം സംസാരിക്കണം. പിന്നെ അവർക്ക് സൗകര്യം അതേപോലെ സാറ് പറഞ്ഞു എന്താന്ന് വെച്ചാല് അങ്ങനെ പോകുമ്പോ ബാംഗ്ലൂർക്ക് പോകുമ്പോ അങ്ങനെ വഴിയിൽ വെച്ചിട്ട് അങ്ങനെ കയറാൻ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഉദ്യോഗസ്ഥര് കുറവാന്ന്. അങ്ങനെ ചങ്ങോര് അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് ഉദ്യോഗസ്ഥര് കുറവായിട്ടാന്ന് പറയോ? സാറ് കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. മൊബൈൽ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അത് അങ്ങനെ ആ സൗകര്യം തുടർന്ന് കൊണ്ടുപോകുന്നത് തന്നെ നിങ്ങളുടെ ഈ എന്തുകൊണ്ട് ഇത്രയും വലിയ സാറന്മാരൊക്കെ അങ്ങനെ ഉദ്ദേശിക്കണെന്ന് മനസ്സിലാവണില്ല. സാധാരണക്കാരായി നീതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എല്ലാ കാര്യം സാറ് അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾക്ക് മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട് സാറേ. ഒരിക്കലും ഇത്രയും വലിയൊരു കുറ്റവാളി കെടുക്കണ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോ അവർക്ക് പ്രതീക്ഷ കിടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കരുത്. പാവങ്ങൾക്ക് നീതി കിട്ടുന്ന ചിന്തിക്ക്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ജയന്തി, ഞാൻ പറയുന്നത് ശ്രീ ജോർജ് ജോസഫ് പറയൂ. ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് പറഞ്ഞ ഇല്ല, ചുരുങ്ങിയ വാക്കേ. ഞാൻ ഇത് തുറന്നു പറയുന്ന കാര്യം ജയിലിൽ നടക്കുന്ന സംഭവങ്ങളും മറ്റു കാര്യങ്ങളും പൊതുജനങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അല്ല. ഞാൻ ഈ പറയുന്ന ജയന്തി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇത് ആദ്യം മുതലേ നിങ്ങളുടെ കൂടെ നിന്ന മനുഷ്യനാണ്. ഇപ്പൊ എനിക്ക് ഭയമുണ്ട്, ആശങ്കയുണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. കാരണം സാമ്പത്തികമായിട്ട് വളരെ ഉന്നതി നിൽക്കുന്ന ആളാണ് നിശാം പറ്റൂർ. അവർക്ക് എല്ലാവിധ ഇന്ത്യയിലെ എല്ലാ വക്കീൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ശ്രീമതി ജമന്തി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ടതില്ല. നിഷാം ഇട്ടുമൂടാൻ പണമുള്ളയാളാണെങ്കിലും ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ സർക്കാരുണ്ട്. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമുണ്ട്. നേരത്തെ ശ്രീ ഉദയഭാനു വക്കീലൂടെ സൂചിപ്പിച്ചതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത വിധം, ഒരു ലുഭോളും ഇനി ലഭിക്കാത്ത വിധം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിയമപരിരക്ഷ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു പൊതുസമൂഹം ഇക്കാര്യത്തിൽ ഉണ്ടാകും. നിശാമിനെ പോലെയുള്ള പ്രതികൾക്ക്, കുറ്റവാളികൾക്ക് ജയിലിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ അത് ഏതൊക്കെ തരത്തിൽ പൊതുസമൂഹം അപകടകരമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ ഈ ചർച്ച. ഈ രീതിയിലുള്ള ജാഗ്രത, മാധ്യമ ഇടപെടൽ, പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ ഈ കേസിൽ തുടർന്നും ഉണ്ടാകും. അതുകൊണ്ട് ജമന്തിയും അവരുടെ ബന്ധുക്കളും ഒറ്റയ്ക്കല്ല, അവരോടൊപ്പം ഈ സമൂഹം ഉണ്ടാകും, ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടാകും. അതാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്ന പൊതു വിലയിരുത്തലും. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി ജമന്തി, അഡ്വക്കേറ്റ് CP ഉദയഭാനു, ശ്രീ A. റഹീം, ശ്രീ ജോർജ് ജോസഫ്, എല്ലാവർക്കും നന്ദി. എഡിറ്റേഴ്സ് അവസാനിക്കുന്നു.